ആദ്യം ആര് വാർത്ത ബ്രേക്ക് ചെയ്യും? അതാണ് ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിന്റെ അടിസ്ഥാന ചോദ്യം. ബ്രേക്ക് ചെയ്യാനുള്ള ഓട്ടത്തിനിടയിൽ നിജസ്ഥിതി പരിശോധന അഥവാ ക്രോസ് ചെക്കിംഗ് നടത്താനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല. ദേശീയ താല്പര്യങ്ങളോ വാർത്തകളും വിവരങ്ങളും പ്രേക്ഷകരിൽ കൃത്യമായി എത്തിക്കലോ അല്ല ലക്ഷ്യം. വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കുക, അതാണ്. യുദ്ധകാലം വ്യാജ വാർത്തകളുടെ പ്രളയകാലം കൂടിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യുദ്ധ വീഡിയോകൾ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെത് എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. മലയാളത്തിലെ ഒരു ചാനൽ ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് ബ്രേക്ക് ചെയ്തു. ആകെ ഇന്ത്യയിൽ അടച്ചത് 32 വിമാനത്താവളങ്ങൾ മാത്രമായിരുന്നു. റാവൽപിണ്ടി ഇന്ത്യൻ സൈന്യം കീഴടക്കിയെന്ന് ചില ഹിന്ദി ചാനലുകൾ ബ്രേക്ക് ചെയ്തു. റോയ്സുമാണ് വാർ റിപ്പോർട്ടിങ്ങിന്റെ ഹൈലൈറ്റ്. 24 മണിക്കൂറും തുടർച്ചയായി പുതിയ വാർത്തകൾ എത്തിക്കേണ്ടി വരുമ്പോൾ സേനകളുടെ ബ്രീഫിംഗ് കൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർമാർ യുദ്ധമുന്നണിയിലേക്ക് എത്തിക്കുക എന്ന തന്ത്രം ആദ്യം പയറ്റിയത് അമേരിക്കൻ ചാനലുകളായിരുന്നു. കാബൂളിലെ അൽഖ്വയ്ദയുടെ മടകളിൽ ചെന്ന് അഫ്ഗാൻ യുദ്ധം റിപ്പോർട്ട് ചെയ്ത നിക് റോബർട്ട്സൺ സാഹസികതയ്ക്ക് പുതിയൊരു മാധ്യമ ഭാഷ്യം നൽകുകയായിരുന്നു. ഇറാഖിലെ ഫല്ലൂജയിലെ ബോംബിംഗ് ഹെൽമറ്റ് ക്യാമറയിലൂടെ ലോകത്തെ കാണിച്ച CNN-ന്റെ കെവിൻ സൈറ്റ്, NBCയുടെ ഡേവിഡ് ബ്ലൂ, ഇങ്ങനെ നീളുന്ന അവതാര പരമ്പര തന്നെയുണ്ട് വാർ റിപ്പോർട്ടിങ്ങിന്. അഫ്ഗാൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അൽ ജസീറയുടെ കാബൂളിലെ ഓഫീസ് അമേരിക്കൻ ബോംബിംഗിൽ തകർന്നു. ഇന്ന് എല്ലാ യുദ്ധമുഖത്തും ലൈവ് റിപ്പോർട്ടർമാരുടെ വലിയൊരു നിര തന്നെ ഉണ്ടാകും. കൃത്യമായ സൈനിക പരിശീലനം നൽകിയാണ് വിദേശ ചാനലുകൾ റിപ്പോർട്ടർമാരെ വാർഫീൽഡിൽ ഇറക്കുന്നത്. ഓപ്പറേഷൻ സിന്ധു റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളത്തിലെ മാധ്യമ സംഘത്തിന്റെ തൊട്ടടുത്ത് മൈൻ പൊട്ടിത്തെറിക്കുന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടതാണ്. ഹെൽമറ്റോ ലൈഫ് ജാക്കറ്റോ ഒന്നും പ്രസ്തുത റിപ്പോർട്ടർ ആ സമയം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. പരിശീലനം ലഭിച്ച മാധ്യമ പ്രവർത്തകരെയാണോ ചാനലുകൾ മരണം പതിയിരിക്കുന്ന യുദ്ധഭൂമികളിലേക്ക് പറഞ്ഞയക്കുന്നത്? ജീവൻ വെച്ചുള്ള ഈ കളിയിലും ചാനലുകൾക്ക് റേറ്റിംഗ് തന്നെയാണോ മുഖ്യം? എങ്കിലും യുദ്ധമുഖത്ത് നിന്ന് അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ തീമഴയുടെ ദുരന്ത ചിത്രങ്ങൾ മലയാളത്തിലെത്തിച്ച റിപ്പോർട്ടർമാരുടെ ധൈര്യത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതേസമയം യുദ്ധഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാജ്യസുരക്ഷയും സേനകളുടെ താല്പര്യവും കൺമുൻപിലുണ്ടാകണം. വള്ളംകളി, IPL, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം, യുദ്ധം എല്ലാം ഒരേ ശൈലിയിൽ അവതരിപ്പിക്കുന്നതാണ് മലയാളം ന്യൂസ് റൂമുകളിൽ കാണുന്നത്. ടെലിവിഷൻ പെർഫോമൻസിന്റെ മാധ്യമമാണ്. ടെലിവിഷൻ വാർത്തയും അങ്ങനെ തന്നെ. വാചികവും ഭാവാഭിനയവും എല്ലാം ചേരുംപടി ചേരും. പക്ഷേ യുദ്ധം പോലെയുള്ള ഗൗരവമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴെങ്കിലും ചാനലുകൾ ശൈലി മാറ്റി പിടിക്കണം. പലപ്പോഴും അഭ്യൂഹങ്ങളും തങ്ങളുടേതായ നിഗമനങ്ങളുമൊക്കെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് അഭികാമ്യമായിരിക്കില്ല.